വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് NIOS അക്കൗണ്ടൻസിയിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് 7 ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് പറയാനുള്ളത് 8ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ ചോദ്യം എന്താണ്? അതിലെ സബ് ക്വസ്റ്റ്യൻ നമ്പർ 1. At the time of dissolution of partnership, an unrecorded asset taken by RAM, a partner is debited to. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിന്റെ സമയത്ത് അല്ലെ, സ്ഥാപനം അടച്ചു പോകുന്ന സമയത്ത് എന്താണ്? അൺറെക്കോർഡ് അസറ്റ് അല്ലെ, നമ്മൾ മുന്നും റെക്കോർഡ് ചെയ്യാത്തൊരു അസറ്റ്, അതാണ് അൺറെക്കോർഡ് അസറ്റ്. ആ അൺറെക്കോർഡ് അസറ്റ് ഈസ് ടേക്കൻ ബൈ റാം. അപ്പോൾ റാം അൺറെക്കോർഡ് അസറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ ഈസ് ഡെബിറ്റഡ് ടു, അത് ഏത് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിന് ഉത്തരം ഞാൻ നേരിട്ട് പറയുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. ഇത് ഏത് അക്കൗണ്ടിനെ ബാധിക്കുക? ഒരു പാർട്ണർ ഒരു അസറ്റ് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ഒരു അൺറെക്കോർഡ് അസറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഏത് അക്കൗണ്ടിനെ ബാധിക്കുക? 2 അക്കൗണ്ടിനെ ബാധിക്കും. ഒന്നെന്താണ്? റിയലൈസേഷൻ അക്കൗണ്ടിനെയും ബാധിക്കും, ഇവിടെ റാം ക്യാപിറ്റൽ അക്കൗണ്ടിനെയും ബാധിക്കും. ക്ലിയർ? അവിടെ വരുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലാണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. എവിടെ റെക്കോർഡ് ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ടിലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ റാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ അവിടെയാണ് എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഉത്തരം ക്ലിയർ അല്ലേ? എന്താ ഉത്തരം വരുന്നത്? റാമിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് എന്താണ്? 2ാമത്തെ ചോദ്യമാണ് അല്ലേ. കോർട്ട് ക്യാൻ മേക്ക് എൻ ഓർഡർ ടു ഡിസോൾവ് ദ ഫേം വെൻ. എപ്പോഴാണ് കോർട്ട് ഇടപെട്ടിട്ട് ഒരു സ്ഥാപനത്തെ ഡിസോൾവ് ചെയ്യുക അഥവാ പൂട്ടിപ്പിക്കുക? 1ാമത്തെ കാര്യം പറയുന്നത് എന്താണ്? വെൻ എ പാർട്ണർ ബിക്കം ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധിക്ക് സ്ഥിരത ഇല്ലാതാവുക അല്ലെ. ഏതെങ്കിലും ഒരു പാർട്ണർക്ക് ബുദ്ധിക്ക് എന്ത് ചെയ്യുക? സ്ഥിരത ഇല്ലാതെ ആവുന്ന കേസിൽ എന്താണ്? കോർട്ട് ഇടപെട്ടിട്ട് പൂട്ടിക്കോ ഇല്ലേ നമുക്ക് നോക്കാം. അടുത്തെന്താണ്? ഫേം ഈസ് റണ്ണിങ് ലീഗൽ ബിസിനസ്. ഫേം ഒരു ലീഗൽ ബിസിനസ് നടത്തുകയാണെങ്കിൽ കോർട്ട് ഇടപെട്ടിട്ട് പൂട്ടിപ്പിക്കോ? ഒരിക്കലുമില്ല. അപ്പൊ ഇതല്ല. ഇനി അടുത്തെന്താണ്? പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ഫോളോഡ്. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്? പാർട്ണർഷിപ്പിന്റെ അഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഈ പാർട്ണർഷിപ്പ് ഡീഡിലാണ് ആ പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഫോളോ ചെയ്യുന്നത് വലിയ തെറ്റാണോ? അല്ല, നിർബന്ധമായിട്ടും അത് ഫോളോ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതുമല്ല ഉത്തരം. അത് ഒരാള് ഡീഡ് ഫോളോ ചെയ്താൽ കോർട്ട് ഇടപെടുമോ? ഇല്ല. ഡീഡ് ഉണ്ടാവല് അല്ലെ ആവശ്യമാണ് നമുക്ക്. അപ്പൊ ഇതുമല്ല ഉത്തരം. പിന്നെ ഫ്യൂച്ചർ പ്രോഫിറ്റ് ആർ ഷെയർഡ് ഈക്വലി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത് എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞാൽ കോടതി ഇടപെട്ടിട്ട് എന്നാൽ നിങ്ങൾ സ്ഥാപനം അടച്ചോളി എന്ന് പറയോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമുക്ക് ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. എന്താണ്? സിമ്പിളായിട്ട്, ഇതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല. സിമ്പിളായിട്ട് ഉത്തരം കണ്ടെത്താം. വെൻ എ പാർട്ണർ ബിക്കംസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് അല്ലെ, 3 പാർട്ണർ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ണർ അൺസൗണ്ടായി മാറുകയാണെങ്കിൽ കോടതിക്ക് വേണമെങ്കിൽ ഇടപെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തത് എന്താണ്? 9ാമത്തെ ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം എന്താണ്? ഇത് രണ്ടും കഴിഞ്ഞു അല്ലേ? 9ാമത്തെ ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതില് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ. ഇവിടെ ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. റാം, സീത ആൻഡ് ഗീത ആർ ഈക്വൽ പാർട്ണേഴ്സ്. ഈക്വൽ പാർട്ണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലാഭവും നഷ്ടവും ഈക്വൽ ആയിട്ടാണ് പങ്കിട്ടെടുക്കുന്നത്, തുല്യമായിട്ടാണ് പങ്കിട്ടെടുക്കുന്നത്. അപ്പൊ രാം ആൻഡ് സീത ഡൈഡ് ഇൻ എ കാർ ആക്സിഡന്റ് അല്ലെ. അതില് രാമും സീതയും ഗീതയുണ്ട് അല്ലെ. അതില് രാമും സീതയും എന്ത് ചെയ്തു? ഡൈഡ് അല്ലെ, മരിച്ചു, ആക്സിഡന്റിൽ മരിച്ചു. ദിസ് ആക്സിഡന്റ് റിസൾട്ട് ഇൻ, അപ്പൊ അതിൽ ആ ആക്സിഡന്റ് കൊണ്ട് ഇവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ആ ആക്സിഡന്റ് വന്നത് കൊണ്ട് ഏതാണ് സംഭവിക്കുന്നത്? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ അഡ്മിഷന്റെ കേസിൽ, റിട്ടയർമെന്റ് കേസിൽ, ഡെത്തിന്റെ കേസിലൊക്കെ എന്താ വരിക?
ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് വരും. എന്ന് പറഞ്ഞാൽ പഴയ അഗ്രിമെന്റ് മാറിയിട്ട് പുതിയ അഗ്രിമെന്റ് പ്രകാരം സ്ഥാപനം മുന്നോട്ട് പോകും. ക്ലിയർ? അടുത്ത ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാപനം കംപ്ലീറ്റ് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ എന്താണ്? ഇവിടെ എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ് ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമായിട്ട് വരേണ്ടത്. പിന്നെ ഒരു ഓപ്ഷൻ കൂടി തന്നിട്ടുണ്ട്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആസ് വെൽ ആസ് ഫേം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് നൺ ഓഫ് ദി എബോ, ഇത് ഏതും പറ്റില്ല. അപ്പൊ ഇതെന്തായാലും വരൂല. പിന്നെന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും വേണമെങ്കിൽ പെട്ടു എന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ഇതും നമുക്ക് ഉത്തരമായിട്ട് പറയാം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആസ് വെൽ ആസ് ഫേം. ക്ലിയർ? അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. ഇനി അങ്ങനെ ഓപ്ഷൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് മാത്രം, ഡിസൊല്യൂഷൻ ഓഫ് ഫേം മാത്രം ഓപ്ഷൻ എങ്കിൽ, ഈ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഉത്തരം എന്താണ്? ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? 9 തന്നെ എന്തുണ്ട്? 2 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ? അതെന്താണ്? രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത് നോക്കാം. If the profit sharing ratio of A and B എന്ന് പറയുമ്പോൾ profit sharing ratio of A and B എന്ന് പറയുന്നത് 3:2 ആണ്. എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് ആരൊക്കെ ഉള്ളത്? എയും ബിയും ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ക്ലിയർ? അപ്പോൾ ദേ വാണ്ട് ടു ഷെയർ പ്രോഫിറ്റ് ഈക്വലി. ഓൾറെഡി ഇപ്പോൾ ഉള്ളത് 3:2 ആണ്. ഇനി അവരെന്ത് ചെയ്യാണ്? ഈക്വലി ആക്കി മാറ്റാൻ പോവാണ്. ഈക്വലി ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1:1 അല്ലെ? 2 രൂപ കിട്ടുകയാണെങ്കിൽ 1 രൂപ ഒരാളും 1 രൂപ ഒരാളും, പകുതി പകുതി. അതാണ് നമ്മൾ 1:1 എന്നാണ് പറയാം. ക്ലിയർ? ഹാഫ് ഹാഫ്. പിന്നെന്താ പറയുന്നത്? എന്താ ചോദ്യം? വാട്ട് ഈസ് ദ സാക്രിഫൈസ് ഓഫ് എ? എന്റെ സാക്രിഫൈസ് എത്രയാണെന്നുള്ള കണ്ടുപിടിച്ചാൽ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷെയർ എത്രയാണ്? 3:2 ആണ്. പിന്നീട് എന്ത് ചെയ്തു? 1:1 ആക്കി മാറ്റി. അപ്പൊ ഒരാൾക്ക് എന്തുണ്ടാവും? സാക്രിഫൈസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാല് ഇവിടുത്തെ കേസിലാണെങ്കിൽ എന്താ വരുന്നത് അല്ലെ? ഇവിടെ അധികമായിട്ട് കിട്ടുന്ന ആർക്കാണ്? എക്ക് അധികമായിട്ട് കിട്ടുന്നില്ലേ? 5 രൂപ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ 3 രൂപ ആർക്കാണ്? എക്ക് കിട്ടും. 2 രൂപ ആർക്ക് കിട്ടുന്നുള്ളൂ? ബിക്ക് കിട്ടുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ട് ഈക്വൽ ആയി മാറി. അപ്പൊ ആർക്കാണ് നഷ്ടം വരുന്നത്? എക്കാണ് നഷ്ടം വരിക. അപ്പൊ ആ സാക്രിഫൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. സാക്രിഫൈസിങ് റേഷ്യോന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഞാനിവിടെ ഷോർട്ടായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ നിങ്ങളത് ഫുള്ളായിട്ട് എഴുതണം. ഓക്കെ? ഷോർട്ട് ഫോംസ് ഒന്നും നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ? ഫുള്ളായിട്ട് എഴുതുക. അപ്പോൾ എന്താണ് വരിക? ഫസ്റ്റ് ആൾ ആരാണ്? എ. അപ്പോൾ എ അല്ല, എന്റെ എക്സ് മാത്രം സാക്രിഫൈസ് ഉള്ളൂ. എ സാക്രിഫൈസ് ഈക്വൽ ടു എക്ക് മുമ്പ് കിട്ടുന്ന റേഷ്യോ 3:2 എന്നല്ലേ? 3:2 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ആണ്. 3 ബൈ ടോട്ടൽ എത്ര വരുന്നത്? 5. അപ്പൊ 5ൽ 3 എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. 3:2 എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ 5ൽ 3 ഒരാൾക്കും 2 ഒരാൾക്കും, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ എന്റെ കേസിലാണെങ്കിൽ 5ൽ 3 മൈനസ്, അതാണ് ഓൾഡ് റേഷ്യോ. ന്യൂ റേഷ്യോ എന്ന് പറയുമ്പോൾ 1:1 ആണ്. 1:1 എന്ന് പറയുമ്പോൾ എന്താണ്? 1/2. ടോട്ടല് 2 റുപ്യ ഉണ്ടെങ്കിൽ 1 റുപ്യ എന്നർത്ഥം. 1/2. അപ്പൊ നമുക്ക് ഉത്തരം കണ്ടൂടെ? എങ്ങനെ വരിക? 3 × 2 എത്ര വരുന്നത്? 6 മൈനസ് 5 × 1 5 ഡിവൈഡഡ് ബൈ 5 × 2 10. ഇപ്പൊ എത്ര വരിക? 1/10 എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതാണ് ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെ വരുന്ന കേസിൽ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? പ്രൊവിഷനും ഡെപ്റ്റ് അല്ല, ന്യൂ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് ഒക്കെ കണ്ടുപിടിച്ചില്ലേ? അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് വേണം? നിങ്ങൾ ആൻസർ ഷീറ്റിൽ അത് കണ്ടുപിടിച്ചത് കൂടെ എഴുതി വെക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം എഴുതരുത്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ആൻസർ ഷീറ്റിൽ നിങ്ങൾ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിലല്ല. എവിടെ ചെയ്യേണ്ടത്? ആൻസർ ഷീറ്റിൽ സൈഡിൽ അല്ലേ? ഈ ഒരു വലത്തെ സൈഡിൽ എന്ത് ചെയ്യുക? ഒരു ചെറിയൊരു ബാർജിൻ വരച്ചിട്ട് അവിടെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ കൂട്ടാണ്ടെങ്കിൽ കുറക്കാണ്ടെങ്കിലൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ആൻസർ ചെയ്തുമ്പോൾ തന്നെ ഈ ഒരു സംഗതിയൊക്കെ എഴുതി വെക്കണം കേട്ടോ. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പം നമ്മൾ 9 ക്വസ്റ്റ്യൻസ് ഇവിടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു അല്ലേ?
അപ്പോൾ നമുക്ക് ഈ അടുത്ത ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്